കിണറുമായി ബന്ധപ്പെട്ട എന്ത് പരിപാടിക്ക് ഞങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ഞങ്ങളെ കൂടെ കൂട്ടുന്ന ഒരു സാധനമാണ് ഈ കാണുന്ന പറക്കും വണ്ട്. ആൾ ഡേഞ്ചറാണ്. ഇത് ഫസ്റ്റ് ഏത് കിണറ്റിക്ക് ഇറങ്ങുന്നതിന് മുമ്പും അൾമാറിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് വെച്ച് വെക്കും. ഇതുകൊണ്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പണിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമോ എന്നൊക്കെ ഉള്ളത് ഈ സാധനം പറഞ്ഞൊരു സെൻസർ സിസ്റ്റമാണ്. അതേപോലെ തന്നെ ശ്വാസമില്ലാത്ത കിണറ്റിലും ഈ സാധനം വളരെ അധികം ഉപകാരങ്ങൾ തരുന്നുണ്ട്. കാരണം എന്താ അറിയോ, നമ്മൾ എപ്പോഴും വർക്കിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. കിണറ്റിനുള്ളിൽ കാണിച്ചു കൊടുത്താൽ തേക്കാനുള്ള സ്റ്റേജ് കെട്ടി സൂപ്പറാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാ കണ്ടോ, സൂപ്പർ സ്റ്റേജ് അല്ലേ? ആ സ്റ്റേജ് കെട്ടണമെങ്കിൽ അതിൻ്റെ ടൂൾസും കൂടെ പരിചയപ്പെടാണ്ട്. ഇങ്ങോട്ട് വാ. ചിന്നമുട്ടി വലിയ മുട്ടി കുറേ തേപ്പാർ ചോദിക്കലുണ്ട്, മച്ചാനെ നിങ്ങളെ ടെക്നിക്ക് മൊത്തം പറഞ്ഞു തരുന്നുള്ളത്. ഈ കാണുന്നതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചിന്നമുട്ട്. ഇതിങ്ങനെ വെച്ചാൽ അടി തൊട്ടിട്ട് ഇതുവരെ 1 മീറ്ററാണ് ഹൈറ്റ് വരുന്നത്, അഡ്ജസ്റ്റ് ചെയ്യാത്ത കോലത്തിൽ. ഈ കാണുന്നത് പെരിയ മുട്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാത്ത കോലത്തിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ 2 മീറ്റർ. ഓക്കെ, കെടുക്കട്ടെ, റെഡി. ഇനി ഉണ്ടല്ലോ നേരെ സാധനം ഊരി. ഇതിപ്പോൾ ഏകദേശം ഒരു 6 ഇഞ്ചെങ്കിലും ഉള്ളിൽ കയറിക്കണം, അപ്പോഴല്ലേ ഒരു ഉറപ്പുണ്ടാവുള്ളൂ. 6 ഇഞ്ച് കയറ്റി കഴിഞ്ഞാൽ ആ തല തൊട്ട് ഈ തല വരെ 1 മീറ്ററും 70 സെൻറ്റി ഉണ്ടാവും. അപ്പം ചെറിയ റൗണ്ട് കിണറിലേക്ക് ഞങ്ങൾ ഈ സാധനം കൊണ്ടുപോകും. വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ഒരു 6 ഇഞ്ച് ഇതിലും കയറ്റി വെക്കുകയാണെങ്കിൽ എത്ര ഉണ്ടാവും എന്നറിയോ? ഇതാ 6 or 8 ഇഞ്ച് കയറ്റിക്കോളി. 6 ഇഞ്ച് കയറ്റിക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത ലെവലിൽ 3 മീറ്ററും 70 സെൻറ്റി ഉണ്ടാവും. ഈ സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് കിണറിനുള്ളിലൊക്കെ സ്റ്റേജ് കെട്ടാൻ പറ്റുള്ളൂ. ഉദാഹരണം ഇത്ര വലിയ വട്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വട്ടമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതാ നീക്കുക ഈ ലെവലിൽ ഇങ്ങനെ വെക്കുക. കണ്ടോ, ഇത്ര മതി എന്നുണ്ടെങ്കിൽ ഇത്ര മതി. സാധനം ഒടിയില്ല, സംഭവം ദമ്മാണ്. അതേപോലെ തന്നെ അതും പിന്നെ അഡ്ജസ്റ്റമെൻറ്റബിൾ ഷീറ്റ് ഇവിടെ ഉണ്ട്, സാധാ ഷീറ്റ്. ഇതൊക്കെ വെച്ചുകൊണ്ട് മാത്രമേ കിണറിനുള്ളിൽ കറക്റ്റായിട്ട് സ്റ്റേജ് കെട്ടാൻ പറ്റുള്ളൂ. മണ്ണിന്റെ പടവാട്ടോ. അതെടുക്കാനാ പോയിന്. അതെടുക്കാൻ വേണ്ടിയാ പോയത്. കാരണം കിണറിന് വട്ടം കുറവല്ലേ. ഓക്കെ, ഈ ഏകരം കെട്ടണ തന്നെ ഞങ്ങൾക്ക് എടുത്തിക്കാണ് കായ് മുതലായി കാണും. നമ്മളിപ്പോ ഈ പണിക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കൊടുന്ന് വെക്കണത് ഇവിടെ മോട്ടറിന്റെ സംഭവം ഉണ്ടായതുകൊണ്ട് ഇവിടെ വെച്ചാലോ മുട്ടിച്ച് റെഡി. അടുത്ത മോൾ കയറ്റിയാണ്. ഇതിന്റെ മോൾക്ക് ലാപ്പ് ചെയ്താ പോലെ. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, അത് കെട്ടാം. കുറച്ച് അങ്ങോട്ട് ബാലൻസ് ഉണ്ടാവുമല്ലോ. അയ്യോ, നെക്സ്റ്റ് ഇതേപോലത്തെ വർക്ക് ചെയ്യാൻ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന പണിക്കാരെ കാണാൻ പറ്റില്ല. അത് മലപ്പുറത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അമരേ ഭയങ്കര ഡേഞ്ചർ പരിപാടിയാണ്. നമ്മൾ ചെയ്ത് എയിമായി പോയി. കാണുന്ന ഗ്യാപ്പിൽ പലക നിൽക്കൂല, ദാർപ്പായി ഒന്നും നിൽക്കൂല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ ഷീറ്റിന്റെ ലെവലിൽ ഒരു കമ്പി പീസ് അടിച്ചു വെച്ചുകൊണ്ട് അയിമലാണ് ഇവിടെയൊക്കെ ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഈ ദാർപ്പായിട്ട് മൂടും. എല്ലാം കാണിച്ചാൽ ഒന്നും മിസ്സാക്കൂല. അത്ര നമുക്ക് വരാം. സ്റ്റേജാ ഒരുപാട് തേപ്പേരി. എന്താണ് വയസ്സായ ആൾക്കാരുടെ സൈറ്റിലേ കിരീരുണ്ടാവും. എത്ര പണി ഉഷാറിൽ എടുത്താലും ഒക്കെ നേക്കിട്ടൂല. കിണറ്റിനുള്ളിൽ വലിയ വലിയ പാറവത്തിന്റെ മരം എന്ത് മരം ഉണ്ടെങ്കിലും അത് വെട്ടിയ പിന്നെ തെരുത്ത് വരും. അത് വീണ്ടും വരാതെക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരു സീലമ്മല് ഒന്നില്ലെങ്കിൽ പെട്രോളോ കാസറ്റോ മണ്ണെണ്ണ എന്തെങ്കിലും വെച്ചുകൊണ്ട് ഇതേപോലെ ആ വേരുമല് അമർത്തിയാണ് തിരികെ വെക്കുക. ഇനി ഇതിന്റെ മുകളിൽ തേപ്പ് വരും. അപ്പം ഈ സീലിലുള്ള കാസറ്റിന്റെ സംഭവത്തെ ആ വേര് വലിച്ചെടുക്കുകയും അത് വീണ്ടും ഉണങ്ങി പോവുകയും ചെയ്യും. ഓക്കെ, അതാണ് ഈ പ്രോസസ്സ്. വലത് കാല് ഇടത് കാല് വലത് കാല് ഇടത് കാല് ടോപ്പിലെത്തി ഭൂമിന് അഭി ആസ്മാൻ കാ ഊപ്പർ പൗഞ്ച് കിയാ. ഇന്ത്യയിൽ അങ്ങനെ പറയേണ്ടത്. അവിടെ കർത്താവ് കാരണം ഉപയോഗിക്കാൻ പാടില്ല. പറഞ്ഞ മാർക്ക് പോയി. പണിയെടുക്കുന്ന ഒരു ബ്ലോഗർ എന്ന വിളിപ്പേരൊക്കെ തന്നെയുള്ള അബ്ദുൽ ലത്തീഫാണ്. തേഞ്ഞിപ്പലം സ്വദേശിയാണ്. ഇതാ ഇപ്പോൾ തിരൂരിനടുത്ത് ഒരു കിണർ നവീകരണവുമായി ബന്ധപ്പെട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താ വർത്താനം?
നവീകരണമല്ല, തേക്കുക, പുല്ല് പറിക്കുക, വെള്ളം കയറ്റുന്നതൊക്കെ കൊലത്തി അങ്ങനെ കണ്ടിട്ടുണ്ട്. സൂപ്പറല്ലേ? ഇപ്പൊ ഈ കൺസ്ട്രക്ഷൻ ഏതൊക്കെ തരത്തിലുള്ള ജോലികളാണ് വരുന്നത്? കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ വയറിങ് മാത്രമേ ചെയ്യാത്തുള്ളൂ, ബാക്കി വെൽഡിങ് അടക്കം എല്ലാ പണിയും ചെയ്യും. നമ്മളെ സ്കില്ല് വേൾഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കി ചെറിയൊരു സംഭവം തുടങ്ങിയതാണ്. ഇതിന് പൈസ കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ എങ്ങനെ സംഭവമൊക്കെ തുടങ്ങി. ഇപ്പൊ നമുക്ക് 2 കാര്യമാണ് ലാഭമായി കിട്ടിയത്. എങ്ങനെ പൈസ കിട്ടും പോരാത്തതിന് നമ്മളൊന്ന് ഫെയിമായില്ലേ, ആനാ മറ്റൂറാക്കി പുൽഗേരിയ ആ ഡയലോഗിനെ കൈ. ഈ കിണറിലേക്ക് വർക്ക് ചെയ്യാറുമ്പോൾ ഭയങ്കര സാഹസികമായ ജോലിയാണല്ലോ. സാധിക്കാണ്. പിന്നെ കുറ്റം പറഞ്ഞ ആൾക്കാരോട് വരാതെ കാര്യം വെച്ചാൽ ചെയ്യാൻ ആൾ വേണ്ടേ? ഇത് നിങ്ങൾ എത്ര കളിയാക്കിയാണെങ്കിലും ഇത് ചെയ്യാൻ ആൾ നമ്മുടെ നാട്ടിൽ വേണ്ടേ? ഈ വരാൻ പോണ ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഫീൽഡിലേക്ക് ആൾക്കാർ ഇനി വരാനില്ല, ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു 5 കൊല്ലം കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ മലയാളികൾക്ക് വംശനാശം നേരിടും. ഈ മേഖല മൊത്തം ഇന്ത്യക്കാർ കീഴടക്കും, പറഞ്ഞ് കൈ കൊടുക്കേണ്ടി വരും, പണിക്ക് വൃത്തിണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ +2 കഴിഞ്ഞിട്ട് നല്ല കോഴ്സ് പഠിക്കുന്നതിന് പകരം ഈ ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ഓൾക്ക് ഗൾഫൊന്നും പ്രതീക്ഷിക്കാതെ നാട്ടിൽ തന്നെ നല്ല പൈസയോടെ ജീവിക്കാൻ പറ്റും. ഇതൊരു അഭിപ്രായം കേട്ടോ. ഈ കൂലിപ്പണിക്കാരനായ ബ്ലോഗർ എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. നാടൻ ശൈലിയിലുള്ള സരസമായ ശൈലിയിലുള്ള സംസാരം അത് വലിയ ജനപ്രീതിയാണ് ഈ നവമാധ്യമങ്ങളിലൊക്കെ നേടിക്കൊടുത്തിട്ടുള്ളത്. ഈ താങ്കളുടെ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് യുവാക്കൾ ഇത്തരം ജോലിയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. നമ്മളൊരു സബ്സ്ക്രൈബർ അമേരിക്കയിൽ നിന്ന് കഴിഞ്ഞ മാസം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ മൂപ്പരെ വീട്ടിൽ പണിക്ക് വേണ്ടി വിളിച്ചതല്ല, അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചാണല്ലോ. അതായത് നമ്മുടെ നാട്ടിൽ വംശനാശം നേരിട്ട ഈ ഒരു വർക്കിന് ഞാൻ കക്കൂസും പോയാലുണ്ട്, എല്ലാ പണി ലൈവിലാണ് കാണിച്ചു കൊടുക്കുന്നത്. വയറ് പറഞ്ഞ വീഡിയോ അല്ല, പാട്ട് പാടുന്ന വീഡിയോ അല്ല. ഞാൻ മലയാളം സംസാരിക്കുമെങ്കിൽ പോലും ഈ വീഡിയോക്ക് വേൾഡ് വൈഡ് സ്കോപ്പ് ഉണ്ട്. ഈ സിനിമ നോക്കിയാൽ വേൾഡ് വൈഡ് സ്കോപ്പ് ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്താക്കുന്ന അറിയോ, ഹൈ ലെവലിലേക്ക് ഈ വീഡിയോ മാറ്റാൻ വേണ്ടി പോകുന്നുണ്ട്. ഏത് DSLR ലെവലിലേക്ക് മാറ്റിയിട്ട് ഹൈ ക്വാളിറ്റിയിൽ 4K റെൻഡറാക്കി സെറ്റാക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. സബ്ജക്റ്റിലൊക്കെ ഉണ്ടാവും ഇംഗ്ലീഷിൻ്റെ. ആ ലെവലിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ എനിക്ക് ജീവിതത്തിൽ ബാക്കിയുള്ളൂ. ഞാൻ എന്തൊക്കെ ജീവിതത്തിൽ ആയിത്തീരുന്നു ആഗ്രഹിച്ചിരിക്കണം അതൊക്കെ ഞാൻ ആയിത്തീരുന്നുണ്ട്. തീർച്ചയായും ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് നമ്മുടെ ലത്തീഫായെ ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത്. വലിയ ജനപ്രീതിയാണ് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെ നാട്ടിലൂടെയൊക്കെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നേരിട്ട് കണ്ട് നമ്മൾ ഇവിടെ എത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജോലി മാതൃകയിൽ തന്നെ വലിയ പ്രയാസമേറിയതാണ്. പക്ഷേ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ ആത്മവിശ്വാസത്തോടെ അത് പൂർത്തിയാക്കുന്നു. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർവായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ. ഹലോ ചങ്ങായിമാരെ, ഒരു സൂപ്പർ കണ്ടന്റ് കാണിച്ചു തരാൻ വേണ്ടി പോകണം. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കണമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ കാണുന്ന വീടിൻ്റെ അവിടേക്ക് പോണ വഴിയിലുള്ള ഒരു കിണറിൻ്റെ വക്കത്താണ്. ഇതാണ് കിണർ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് കിണറിൻ്റെ ഉള്ളിൽ തേക്കണേൻ്റെ ഭാഗമായിട്ട് മണ്ണിൻ്റെ മുകളിൽ തേക്കാൻ പറ്റുമോ എന്നുള്ളത്. അതങ്ങോട്ട് കണ്ടാളി എന്നിട്ട് ചെയ്യണി. ഇപ്പോൾ ഈ സൈറ്റിലത്തെ ക്ലൈൻറ്റിൻ്റെ എഗ്രിമെൻ്റ് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് 5 പടവ് തേച്ചുകാണ്ട് ഗ്രൗട്ട് കൊടുത്ത് ഉഷാറാക്കി ചെയ്തു തരണം എന്നുള്ളതാണ്. വെള്ളം കേടെത്താൻ പാടില്ല. അപ്പോൾ നോക്കിയാണി ഈ മുകളിലത്തെ ആൾമാറ കല്ലാണ്. ഒരു വരിക്ക് മാത്രം ചെങ്കല്ലും കാണാൻ പറ്റും. അതിൻ്റെ അടിയിലേക്ക് ഈ കാണുന്നത് സംഭവം മൊത്തമായിട്ട് മണ്ണാണ്. മണ്ണായിട്ട് പോലും ഞങ്ങൾ തേച്ച് കൊടുക്കുന്നുണ്ട്. കാരണം മൂപ്പര് ആഗ്രഹമാണ് മണ്ണുമ്മലും തേപ്പ് നിൽക്കും, പക്ഷേ എത്ര കാലം നിൽക്കുന്നതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ, നല്ല സ്ട്രോങ് അടിച്ച് കണ്ട് കുമ്മായം പാറ്റി വെച്ചിട്ട് പിന്നീട് തേക്കുക ചെയ്യാം. മൊത്തത്തിൽ കൂട്ടി പിടിച്ച് നിൽക്കുമ്പോൾ സംഭവം നിന്നോളൂ. നല്ല താഴ്ചയുള്ള കിണറാട്ടോ. അപ്പോൾ ഒരു സ്റ്റേജ് 6ാമത്തെ 5ൻ്റെ പടവുമ്പിൽ അവിടെ സ്റ്റേജ് കെട്ടി ഉഷാറാക്കിയിട്ട് ഷീറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മൊത്തമായിട്ട് ദാർപ്പായിട്ട് മൂടിയിട്ടാണ് ഇതുമത്തെ ചണ്ടിയും ചപ്രൊക്കെ വരുന്നത്. ഇപ്പം കണ്ടോ കിണറ്റിൻ്റെ അടിക്ക് പോയിട്ടില്ല. ആ ചണ്ടിയും ചപ്രൊക്കെ എവിടെയാണ് നിൽക്കുന്നത്, ഈ ദാർപ്പായ്മലാണ് നിൽക്കുന്നത്. അതിൻ്റെ ശേഷം വീണ്ടും ഒരു എകരം ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്നറിയോ, ഈ കിണർ തേക്കാൻ വേണ്ടി പോണ സമയത്ത് നമുക്കൊരു 5 പടവ് 6 പടവൊക്കെ തേക്കാനുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിനനുസരിച്ച് ഫസ്റ്റേ ഹൈറ്റ് കെട്ടി വെക്കണം. ഇപ്പോൾ ഈ 2 സ്റ്റേജിൽ നിന്നുകൊണ്ട് ഈ സൈറ്റിൽ ഈ ക്ലൈൻറ്റ് പറഞ്ഞ ആ അവസ്ഥയിൽ നമുക്ക് തേച്ച് തീർക്കാൻ പറ്റും. ഇപ്പോൾ ഇതുമേൽ നിന്നുകൊണ്ട് ഇനി ഇവിടെയൊക്കെ ഫുള്ള് പലകയും ഷീറ്റൊക്കെ ഇട്ട് ദാർപ്പായി കെട്ടി ഉഷാറാക്കിയിട്ട് ഈ 2 പടകം മൊത്തം തേച്ച് കഴിഞ്ഞ പാടെ തന്നെ ഈ എകര മൊത്തം അയച്ചുകാണ്ട് താഴത്തേക്ക് ഇറങ്ങും. അപ്പോൾ എന്താ ലാഭം എന്നറിയോ, നേരെ മറിച്ച് ഫസ്റ്റ് ഇത് മാത്രം ഇട്ട് ഇതുമേൽ നിന്നുകൊണ്ട് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഇത് ഊരി കഴിഞ്ഞ് അതിൻ്റെ അടിയത്തെ ഹൈറ്റ് കെട്ടുന്ന സമയത്ത് ഈ പടവൊക്കെ പൊട്ടും. അപ്പോൾ ആ ഒരു വൃത്തി വർക്കിൻ്റെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റേജ് കെട്ടുന്നത്. ഇനി വള്ളത്തേക്ക് ഒരു സാധനം പോകില്ല. ആ ദാർപ്പായിലുള്ള എല്ലാ ചണ്ടിയും ചപ്രൊക്കെ എന്താകുമെന്ന് അറിയോ, അതൊക്കെ മുകൾക്ക് കയറ്റിയിട്ട് വീണ്ടും അതവിടെ വിരിക്കും. അതേപോലെ തന്നെ ഇവിടെയൊക്കെ വലിയൊരു ദാർപ്പായി ഇനി വരും. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം പാടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ കാണുന്ന മണ്ണിൻ്റെ പടവ് ഒരു 5 പാടെ താഴത്തേക്ക് തേച്ച് തരുമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ തേച്ച് നമ്മൾ കൊടുക്കും. കാരണം നമുക്ക് കൂലി കിട്ടിയാൽ മതിയല്ലോ. ഞങ്ങൾ വർക്കറാണ്, അപ്പോൾ നമ്മൾ എതിര് പറയില്ല. പക്ഷേ അതിൻ്റെ പ്ലസ്സും നെഗറ്റീവും പറഞ്ഞു തരികയാണ്. മണ്ണുമലൊക്കെ തേക്കാൻ പറ്റും. ഈ സൈറ്റ് പൂർണ്ണമായിട്ടും മണ്ണാന്നുള്ളത് ലൈവിലായിട്ട് കാണിച്ചു തരികയാണ്. ഇങ്ങോട്ടൊക്കെയാണ് അതാക്കണം. അവിടെ അങ്ങനെ ഒരു സീലെങ്ങനെ നിൽക്കുന്ന പടവിൻ്റെ ഇടയിൽ എന്താ സംഭവം എന്നറിയോ, അവിടെ വലിയൊരു പാറവത്തിൻ്റെ മരം ഉണ്ടായിരുന്നു. ആ മരം മുറിച്ചപ്പോൾ ഇവിടുത്തെ ക്ലൈൻറ്റിൻ്റെ സംശയം അത് ഇനിയും പിന്നെയും വരുമോ എന്നുള്ളത്. അപ്പോൾ അത് വരണ്ടാന്ന് വിചാരിച്ചിട്ട്
ഒരു സീലമ്മൽ മണ്ണെണ്ണ മുക്കിയിട്ട് കല്ലുപ്പ് വെച്ചുകാണ്ട് അതിമേൽ കെട്ടി വെച്ച സെറ്റപ്പാണ് ആ കാണുന്നത്. ഇപ്പോൾ ഏകദേശം ആ പടവിൻ്റെ മറിൻ്റെ കാട്ടിയും ഉള്ളിക്ക നിൽക്കണത്. ഇനി അവിടെയൊക്കെ കുമ്മായ അടിച്ചിട്ട് കണ്ട് ഫുള്ള് സെറ്റപ്പാക്കും. കിണറിൻ്റെ ഉള്ളിൽ തേക്കുമ്പോൾ ഡബിൾ കോട്ട് നല്ല ദമ്മ് ഗ്രൗട്ട് കൊടുക്കണം. അത് കൊടുത്താലുള്ള ലാഭം തച്ചിക്കുകയാണെങ്കിൽ ഇതേപോലെ കുറച്ച് കാലം കഴിഞ്ഞാൽ കേരളത്തിലെ കാലാവസ്ഥയല്ലേ, കറുപ്പ് കളർ പായലും പൂപ്പലൊക്കെ വന്നാൽ നമുക്ക് സ്കാപ്പർ എടുത്തുകൊണ്ടും ഈ മുള്ളു ബ്രഷ് കൊണ്ട് ഇതാ ഇങ്ങനെ വരുത്തിയാൽ പോലും ആ ഡബിൾ ഗ്രൗട്ടിൻ്റെ ആ കട്ടി ഗ്രൗട്ടിൻ്റെ പവർ കാരണം അത് പൊളിഞ്ഞു പോകില്ല. ചില ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നവരോ, കിണറിൻ്റെ ഉള്ളിൽ തേക്കുമ്പോൾ ഗ്രൗട്ടൊന്നും കൊടുക്കില്ല, സാധാ ചുമര് തേക്കണ മാതിരി എങ്ങനെ തേച്ചിടുക ചെയ്യുക. ഒരൊറ്റ കൊല്ലം കൊണ്ട് പായൽ പിടിച്ചാൽ പിന്നെ നമ്മളിതാ ഈ എത്രത്തോളം മേരി അങ്ങനെ കുമ്പിട്ട് കണ്ട് ഇങ്ങനെ വരുത്തി എന്താ ഉണ്ടാവുമെന്നറിയോ, അത് മൊത്തം തേപ്പ് പൊടിഞ്ഞു പോകും. ഇപ്പോൾ ഈ ഓളോബ്രിക്സിൻ്റെ കട്ട കണ്ടോ, ഇതുവരെ പൊടിഞ്ഞു പോകുന്നുണ്ട്, അതിന് വലുതൊന്നല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കിണറിൻ്റെ ഉള്ളിൽ എത്ര താഴ്ച ഉള്ളതും എത്ര വട്ടമുള്ള കിണറും യോടിയും തേച്ച് തരാൻ പറ്റും, തേക്കാനൊക്കെ പറ്റും. എന്തേ ഒക്കെ അതിനൊക്കെ ആൾക്കാർ നാട്ടിൽ റെഡിയാണ്. പക്ഷേ തേച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഗ്രൗട്ട് ഇടാൻ മറക്കരുത്. സ്റ്റേജ് എങ്ങനെ കെട്ടും അതിന് ടെക്നിക്ക് പറഞ്ഞുതരാം. മണ്ണിൻ്റെ പടവാകുമ്പോൾ ചിന്നമുട്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 90 വരിക. ആ മുട്ട് കണ്ടോ, അവിടെ അങ്ങനെ നേരെ ഫസ്റ്റ് വെച്ചത് അതാണ്. എന്നിട്ട് അതിൻ്റെ മൂലയിൽ 2.5 അടിൻ്റെ 16ൻ്റെ ഒരു കമ്പി കുത്തി കയറ്റി ഏകദേശം 10 ഞാൻ തിരികിയുണ്ട്. അതേപോലെ ഇവിടെയും തിരികി. അപ്പോൾ ആ ഒരു പൈപ്പ് സെറ്റായി. അതേപോലെ അടുത്ത പൈപ്പ് ഇവിടെ വെച്ച് 2 കമ്പി മൂലയിലും തിരികി. അപ്പം സ്ട്രക്ചർ ദമ്മായി. പിന്നെ 3 മുകളിൽ കൂട്ടി കെട്ടി ഇനി ഇതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ട് കണ്ടാണ് നിൽക്കുക. ഇതൊക്കെ എന്താ പറയുക, കുറേ ആൾക്കാർ കാണാത്തവരുണ്ടാവും, ഓൽക്കും വേണ്ടിയിട്ടോ. എന്തായാലും തുടർന്ന് ഒരുപാട് വീഡിയോകൾ വരാനുള്ളതാണ്. നമ്മളെ കൂടെ കൂടിക്കോളി, നഷ്ടം വരില്ല. പെരപ്പണിൻ്റെ തറൻ്റെ ഫൗണ്ടേഷൻ മുതൽ ചാവി കൊടുക്കുമ്പം ക്ലൈൻറ്റിൻ്റെ അവസ്ഥകളെ കുറിച്ച് വരെയുള്ള വീഡിയോ വരാണ്ട്. ലൈവ് കൊടുക്കൂലേ, ലൈവ് സ്ട്രീമിംഗ്. നമുക്ക് ലൈവ് സ്ട്രീമിംഗ് അല്ലേ. ഇപ്പൊ ഇവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ലൈവ് കൊടുക്കും. ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നമുക്കൊരു ലൈവ് ബാഗ് പറഞ്ഞ സംവിധാനം ഉണ്ട്. അപ്പൊ അത് ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഈ ക്യാമറക്കെ പറ്റുള്ളൂ, DSLR കഴിയൂല. അതുകൊണ്ടാണ് നമ്മൾ DSLR ഒക്കെ നമ്മൾ ഓഫീസിലുണ്ട്. പക്ഷെ നമുക്ക് ഇൻസിഡന്റുകൾ ഹാപ്പനിങ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുമല്ലോ, ക്രൈമും പൊളിറ്റിക്സ് കുറച്ച് കഴിഞ്ഞാൽ വേറെ വാർത്ത ലൈവ് ഉണ്ടാവും. അപ്പൊ ലൈവ് കൊടുക്കണമെങ്കിൽ ഈ ക്യാമറ മറ്റു ക്യാമറകൾ അപേക്ഷിച്ചിട്ട് ഈ ക്യാമറന്റെ ഒരു ക്ലാരിറ്റി എങ്ങനെയാണ് പോകും ഓൾറെഡി സെറ്റഡ് ആണ്. സോണി സ്റ്റേബിൾ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ റിപ്പോർട്ടറിന്റെ ക്യാമറമാൻ. പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്ട്, ക്യാമറന്റെ ആൾക്കാർ ആരും കാണിക്കില്ല ഓടിയും, കാരണം ഓലെന്നും ബാക്കിൽ തന്നെ. കാരണം നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഓല കൂട്ടത്തില് ഞാനും.